നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ചെമ്പരത്തി. ഇവിടെയും ചെമ്പരത്തി ഉണ്ട്, റെഡ് കുറേ കളേഴ്സിലുണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല. ഞാൻ ഇന്ന് ടോംബ് ഓഫ് കിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഫേസ് ഞാൻ ചെന്ന് ഗൂഗിൾ ചേച്ചി പറഞ്ഞ വഴിക്കൂടെയൊക്കെ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ ആ സാധനമില്ല ഗൈസ്. അവിടെ ആ സാധനം ഇല്ല. സോ തിരിച്ചു വരികയാണ്. നല്ല ഇന്ന് വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പാണ്. വിൻ്റർ തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ മഴയായിരുന്നു ഇവിടെ, പക്ഷേ അടിപൊളിയാണ്. വെയിലുണ്ട്, പക്ഷേ ഫുള്ള് വിൻ്റർ ജാക്കറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതൊരു ടാസ്ക്കാണ്, പക്ഷേ കുഴപ്പമില്ല. പക്ഷെ ഇന്ന് കാണാൻ പറ്റിയില്ല. എനിക്കിന്ന് വേറെ എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല. ഏകദേശം ഞാൻ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു, നടന്ന് പോയിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. 2-3 സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലങ്ങൾ എന്തായാലും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്കല്ല, അൽക്കുലത്തെ പരിപാടികളുണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ കാണാവേ. നൈസ്. ആകാശം അടിപൊളിയാണ്. ഫുള്ള് ഒരു മേഘം പോലും ഇല്ലാണ്ട് നൈസായിട്ട് ആകാശമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. കാണിച്ചുതരാവേ. അത് കണ്ടോ, ഒരു മാതാവിൻ്റെ ഗ്രോട്ടയൊക്കെ ഉണ്ട്. പക്ഷേ നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല സംഭവം, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ബോധേഡല്ല. ഇവിടെ ബോഗൻവില്ലയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. അടിപൊളിയാണ്, നല്ല രസമുണ്ടല്ലോ. വെള്ളയും റെഡാണോ, റെഡ് എല്ലാം തോന്നുന്നു, വേറെ ഒന്നും. ഓക്കെ, അപ്പം ഇതാണ് ജൈസൺസ് ടോംബ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് പൊട്ടിയിട്ടേക്കാണ്. ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ഈ ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പെർമിഷൻ ഉണ്ടായിരുന്നു. ഇത് അതുപോലെ അന്നത്തെ കാലത്തുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊരു ഒരു ഒരു പൂച്ചയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതിൻ്റെ ഉള്ളിലോട്ട് സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ഈ മേൽഭാഗത്ത് ഇവർ പൊളിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പണിതാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇതുണ്ടോ, അതിൻ്റെ ഉള്ളിലോട്ട് സ്ട്രക്ചർ ഉണ്ട്. ഓ നൈസ്, കൊള്ളാം. ഇപ്പം അത് വലിയ സംഭവമായിട്ടൊന്നും അല്ല കരുതിയേക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് വാസ് ആയിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല, പക്ഷേ ഇതാണ് സംഭവം. ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് വന്നായിരുന്നു. അവിടെ എന്താ ടോംബ് ഓഫ് കിങ്സ് എന്ന് പറഞ്ഞിട്ട് അതവിടെ പോയപ്പം നടന്നില്ല, അത് ഇല്ലായിരുന്നു അവിടെ. അപ്പം അങ്ങനെ മൂഞ്ചി കുത്തി തിരിച്ച് വരുന്ന സമയത്താണ് ഇത് കാണുന്നത്. ഇതിങ്ങനെ മേലോട്ട് കയറിപ്പോയാലും എന്തൊക്കെയോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. മേലൊരു പാർക്കുണ്ട്. ഇവിടെ ആക്കി അടുത്തടുത്ത് വീടുണ്ട് കേട്ടോ. നൈസ് നൈസ്. ഹോം സ്വീറ്റ് ഹോം. പൂച്ചയൊക്കെ ഉണ്ട്. ഈ പൂച്ചേനല്ലേ നമ്മൾ അവിടെ നിന്ന് താഴെ നിന്ന് കണ്ടത്? അവൻ അങ്ങോട്ട് വരുന്നതുകൊണ്ട്. യെസ് ഇവൻ തന്നെ. ഹലോ പൂച്ച ചേട്ടാ. ഇത് കളിമുൾച്ചെടി പോലത്തെ വേറെ വെറൈറ്റിയാണെന്ന് തോന്നുന്നു അല്ലേ? കൊള്ളാം എന്തായാലും. ഇത് കണ്ടോ, ഇതൊരു ടോംബിൻ്റെ മേൽഭാഗമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മേൽഭാഗമാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലൂടെ പെർമിഷൻ ഇല്ലെങ്കിലും നമ്മളങ്ങോട്ട് പോകേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇടവഴികളും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് വിൻ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ ഇതൊക്കെ ക്ലീൻ ചെയ്തു പോകുന്നു. ഞാൻ പറഞ്ഞില്ല പട്ടിക്കുട്ടൻ്റെ. അതിനാൽ നമ്മൾ ഈ ടോംബിൽ നിന്ന് പോവുകയാണ് ഗായ്സ്. സെൻറ്റ് ജേക്കബ്സിൻ്റെ ടോംബാണ്. പൂച്ചക്കുട്ടൻ ഇവിടെ ഉണ്ട്. ഹായ് പൂച്ചക്കുട്ടാ, ഹൗ ആർ യു? ഹൗ ഇസ് ഗോയിങ്? ഇവന് വല്ല പേടിയൊന്നുമില്ല. ഇവൻ അതിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നതെന്ന് കേട്ടോ. ഐ തിങ്ക് ഷീ ഈസ് പ്രഗ്നൻറ്റ്. വയറിൽ കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്. സോ പുള്ളിക്കാരൻ പ്രഗ്നൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗായ്സ്. ഇതിൻ്റെ ഹിസ്റ്ററിയും കൂടി പറയാം കേട്ടോ.
BC 1-ാം നൂറ്റാണ്ടിലാണ് ഇത് കണ്ടെത്തുന്നത്. ഇത് കണ്ടെത്തിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നാവികരുടെ ശവകുടീരമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കരി, ഈ നമ്മൾ വരയ്ക്കാനൊക്കെ അന്ന് യൂസ് ചെയ്തിരുന്ന, നമ്മൾ ടൈറ്റാനിക്കിലൊക്കെ കരി കൊണ്ട് വരച്ചുകൊണ്ടിരുന്നില്ലേ, അതുപോലത്തെ ആ ഒരു കരി, അന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കരി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ, അതായത് ശവകുടീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കരികൾ ഏകദേശം 1-ാം നൂറ്റാണ്ടിൻ്റെ അടുത്ത് പഴക്കമുള്ളതായിരുന്നു. അത് യുദ്ധക്കപ്പലുകളിൽ, നാവിക കപ്പലുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കരിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് യുദ്ധക്കപ്പലിൽ നാവികരുടെ ശവകുടീരമായിരിക്കാം എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം 8 ആൾക്കാരുടെ ശവകുടീരം അതിൻ്റെ ഉള്ളിലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ഓൾറെഡി നമുക്ക് ഉള്ളിലോട്ട് പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് 8 പേരുടെ ശവകുടീരമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്.